സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും. ഇന്ന് എത്ര ആളുകൾ തടവിൽ കിടക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇതുവരെ ജയിലിൽ പോയിട്ടില്ലെന്ന് പറയുമായിരിക്കും. ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെക്കാൾ വെളിയിൽ കിടക്കുന്ന കള്ളന്മാരാണ് വലിയ കള്ളന്മാർ. അവർ പിടിക്കപ്പെട്ടതുകൊണ്ട് ജയിലിൽ ആയിരിക്കുന്നു, നാം പിടിക്കപ്പെടാതിരിക്കൊണ്ട് വെളിയിൽ നടക്കുന്നു. കുറ്റവാളികൾ തടവറയിൽ മാത്രമല്ല, കുറ്റവാളികൾ ലോകം മുഴുവനുമുണ്ട്. ചെറിയ ചെറിയ കള്ളങ്ങൾ ചെയ്തതായ ആളുകൾ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. എന്നാൽ വലിയ വലിയ ചതിയും വഞ്ചനയും ചെയ്ത ആളുകൾ സുഖമായിട്ട് ലോകത്തിൽ ജീവിക്കുകയാണ്. നീ ജയിലിൽ കിടക്കുന്നോ ഇല്ലയോ എന്നതല്ല, പാപം ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മോഷണം നടത്തിയിട്ട് കുറുക്കം വലിച്ചു കിടന്നുറങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക്? പറയൂ. കൊലപാതകം ചെയ്തിട്ട് ആരെയെങ്കിലും കൊന്നുകളഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് പറയാൻ കഴിയുമോ? ഒരുവൻ തന്റെ ഭാര്യയെ കൊന്നിട്ട് ആ വിഷമം സഹിക്കാതെ എന്റെ ഭാര്യയെ കൊന്നു, ഭാര്യയെ കൊന്നു, ഭാര്യയെ കൊന്നു, ഭാര്യയെ ഞാൻ കൊന്നു, ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ സങ്കടം സഹിക്കാതെ വയ്യാതെ അവൻ തന്നെ ഒന്നുകിൽ മരിക്കാനിടയാകും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാനാണ് കൊന്നത്, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാനിടയാകും. കാരണം എന്താണ്? നമ്മുടെ പാപം നമ്മെ കുറ്റപ്പെടുത്തും. നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കുവാനിടയാകും. അങ്ങനെയുള്ളതായ ഭാരം, ഗിൽറ്റി ഫീലിംഗ്, ഒരു തരത്തിലുള്ള കുറ്റബോധം ഉണ്ടാകുന്നതായ ആളുകൾ. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? അവർ തെറ്റുകൾ ഏറ്റുപറയാതെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുമ്പോൾ, അതാരോടും പങ്കുവയ്ക്കാതിരിക്കുമ്പോൾ ദിനം തോറും അവർ ക്ഷീണിച്ചു പോകുന്നത് കാണാം. അതുകൊണ്ടാണ് അവർ മദ്യപാനികളായി മാറുന്നത്. അതുകൊണ്ടാണ് തന്നിഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത്. അങ്ങനെ നടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാപം അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ മുറിവ് എന്താണ് എങ്കിലും, നിന്റെ ജീവിതത്തിലെ ഭാരം എന്താണെങ്കിലും നിനക്ക് വിടുതൽ നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും ബന്ധിക്കപ്പെട്ട ആളുകളെ വിടുവിക്കുവാനുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഒരു ദിവസം യേശുക്രിസ്തു ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജന്മന കൂനിയായ ഒരു സ്ത്രീ വരുവാൻ ഇടയായി. അവർക്ക് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ നടുവ് വളഞ്ഞിരിക്കുകയാണ്. അവർ പ്രായമുള്ളവരല്ല. അവളെ ഭൂതം ബാധിച്ച് കുനിഞ്ഞു പോയവളാണ്. കർത്താവ് അവളെ മുൻപോട്ട് വിളിച്ചിട്ട് അവളുടെ മേൽ കൈവച്ച സമയത്ത് അവളുടെ കൂന് നിവരുവാനിടയായി. ഇതാ 18 വർഷങ്ങൾ ആയിട്ട് കൂനിയായിരിക്കുന്ന ഈ സ്ത്രീ, പിശാചിനാൽ ബാധിക്കപ്പെട്ടതായ ഈ സ്ത്രീ ഈ ദിവസം വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് പീഡ അനുഭവിക്കുന്നവർ അനേകർ ഉണ്ട്. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 വർഷങ്ങളായിട്ട് തന്റെ രോഗത്താൽ ഭാരപ്പെടുകയാണ്. കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം ലഭിച്ചു. ഞാനൊരു നാട്ടിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ 18 വർഷങ്ങളായിട്ട് ഭൂതം ബാധിച്ചിരിക്കുന്നു. അവൾ പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ മുൻപിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അല്ല 28 വർഷമാണ്, അല്ല 28 വർഷമായിട്ടാണെന്ന് പറഞ്ഞ് അവർ പറയുന്നു. അല്ല സഹോദരി, ഇരിക്കൂ, 18 വർഷമെന്ന് ബൈബിളിലുണ്ട്. അല്ല 28 ആണ്, അല്ല 28 ആണ്, അല്ല 28. ഞാൻ നോക്കിയപ്പോൾ എന്താണ്? അവളിലുള്ള ഭൂതമാണ് പറയുന്നത്, അവളല്ല. അവൾക്ക് ഭൂതം ബാധിച്ചിട്ട് എത്ര വർഷമായിരിക്കുന്നു? 28 വർഷം. പിന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് അവളിലുള്ള വലിയൊരു ഭൂതം എത്ര വർഷമായി പിടിച്ചിരിക്കുന്നു? 28 വർഷമായിട്ട് അവളെ ബാധിച്ചിട്ട് അവളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നീ ആയിരിക്കുന്ന രീതിയിൽ നിനക്ക് ആയിരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, നിനക്ക് നല്ലവണ്ണം ഉറങ്ങുവാൻ കഴിയുന്നില്ല എങ്കിൽ, നിനക്ക് സമാധാനത്തോടെ ആയിരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, നിന്റെ മേൽ മറ്റൊരു ദുരാത്മാവിന്റെ ശക്തി പിടിച്ചിട്ട് നിന്നെ എന്തു ചെയ്യുകയാണ്? പീഡിപ്പിക്കുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കുവാൻ യേശുക്രിസ്തു അധികാരമുള്ള ദൈവമാണ്. ഭൂതങ്ങളെ അഴിക്കുവാൻ വേണ്ടി ദാസന്മാർക്ക് ദൈവം അധികാരവും കൊടുത്തിരിക്കുന്നു. ചില രോഗങ്ങൾ പോലും പിശാചിന്റെ ബാധയാൽ സംഭവിക്കുന്നതായിട്ട് ഉണ്ട്. ഒരു ദിവസം എൻ്റെ അടുക്കലേക്ക് ഒരു യുവാവ് വരാനിടയായി. എവിടെയോ അവൻ പൂനെയിൽ നിന്നാണ് വന്നത്. ഒരു ഭ്രാന്തനെ പോലെ റോഡിൽ കൂടി നടന്ന് എൻ്റെ വീട്ടിൽ വരുവാനിടയായി. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്തിനാണ് ലക്ഷ്യമില്ലാതെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാൻറ്റും ഷർട്ടുമൊക്കെ ഞാൻ കൊടുത്തു. എൻ്റെ സൈസ് ആയതുകൊണ്ട് എൻ്റെ വസ്ത്രങ്ങൾ നല്ലവണ്ണം അവന് ചേരുമായിരുന്നു.
മകനെ, നീ ലോകത്തിൽ നടക്കണ്ട, എന്നോടൊപ്പം നടക്കൂ, ദൈവത്തിന് വേണ്ടി നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. എന്ന് അവനെ ഇരുത്തിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു മാനസാന്തരപ്പെടുവാൻ ഇടയായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആസ്മ പോലെ വന്നിട്ട് ശ്വാസം പിടിക്കാൻ കഴിയാതെ ഹാ 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 എന്ന് നിലവിളിക്കുകയായിരുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ച സമയത്ത് അത് കുറയുവാനിടയായി. എന്നാൽ വീണ്ടും കുറച്ചു കഴിഞ്ഞിട്ട് വന്നു. ഞാൻ പറഞ്ഞു, നീ ഏതോ പാപം മറച്ചു വെച്ചിരിക്കുകയാണ്. എന്താകുന്നു വിഷയമെന്ന് തെളിച്ചെന്നോട് പറയാൻ പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുവാനിടയായി. അവൾ എന്നോട് പിണങ്ങി ട്രെയിനിന്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുവാനിടയായി. അവൾ മരിച്ചുപോയി. അന്നു മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സമാധാനമില്ലാതെ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഓക്കെ, അത് ശരി. നിനക്ക് ഈ ആസ്മ രോഗം ചെറുപ്പം മുതൽ തന്നെ ഉണ്ടോ? ചെറുപ്പം മുതൽ തന്നെ ഇല്ല. ആ പെൺകുട്ടിയെ പ്രേമിച്ച സമയം മുതലാണ് വന്നതെന്ന് പറയുന്നു. എന്തൊരു പ്രേമമാടാ മോനെ. പ്രേമത്തിൽ വീഴുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ പ്രേമത്തിൽ വീണ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടോ? കുഴിയിലാണ് നാം വീഴുന്നത്, പ്രേമത്തിലല്ല. ഓർക്കണം നിങ്ങൾ, പ്രേമമെന്ന വാക്ക് പവിത്രമായതാണ്, നിർദോഷമായതാണ്, നിഷ്കളങ്കമായതാണ്, പരിശുദ്ധമായതാണ്, ത്യാഗപൂർണമായതാണ് പ്രേമം. നീചമായ ഇച്ഛകൾ തീർക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നതല്ല പ്രേമം. കൗമാരക്കാർ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകരുത്. ചീത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാകരുത്. നിങ്ങളുടെ ജീവിതവും ഭാവിയും നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ആൺകുട്ടിയും പെൺകുട്ടിയും അനാവശ്യമായി കറങ്ങി നടക്കരുത്. അത് ബൈബിൾ പ്രകാരമുള്ളതല്ല. അത് ദൈവം പറഞ്ഞതായ രീതി അല്ല. ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് ഒരുവൻ പറയുവാനിടയായി. മുഖത്തോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്ന പുരുഷൻ അവളുമായി തന്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുകയാണ്. പരപുരുഷനോടും പരസ്ത്രീയോടും അനാവശ്യമായി സംസാരിക്കുന്നതും വലിയ തെറ്റാണ്. പുരുഷൻ ഭവനത്തിലില്ലാത്തപ്പോൾ അയൽപക്കത്തുള്ള വീട്ടിൽ ചെന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് നീ എന്താണ് സംസാരിക്കുന്നത്? അവരെന്തിനാണ് നിന്റെ വീട്ടിൽ വരുന്നത്? അശുദ്ധിയായ കാര്യങ്ങൾക്ക് നീ ഇടം കൊടുക്കരുത്. അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ കോപത്തിന് ഇരയാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്താണ് നിന്റെ സ്നേഹം? എന്താണ് ഈ പ്രേമം? എന്താകുന്നു നിന്റെ പാപം? അപ്പോൾ പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി ബ്രദർ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അവസ്ഥ വന്നിരിക്കുന്നത്. പിന്നെന്തിനാണ് നിനക്ക് ഈ രോഗം വന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, മരിച്ചുപോയ പെൺകുട്ടിക്ക് ആസ്മ രോഗമുണ്ടായിരുന്നോ? നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് എന്നോട് ചോദിച്ചു അവൻ. നിങ്ങൾക്കെങ്ങനെ? ആ അസുഖം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പറയും മോനെ. ഉണ്ടായിരുന്നു. പിന്നെ നിനക്കെങ്ങനെയാണ് വന്നത്? ആ ആത്മാവ് ഇവനിൽ പ്രവേശിച്ചിട്ട് പീഡിപ്പിക്കുകയാണ്. ചില രോഗങ്ങൾ പിശാചിന്റെ സ്വാധീനത്താൽ നിന്നെ പിടിക്കാനിടയാകും. വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ചില രോഗങ്ങളെ കാണാം. ആ രോഗം കൊണ്ട് എങ്ങനെയെങ്കിലും നിന്റെ ശരീരം എല്ലിൻകൂടാക്കി മാറ്റുവാൻ, നിന്നെ കൊന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് നിന്റെ മേൽ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് കഴിവില്ല. ഡോക്ടർ തരുന്ന മരുന്ന് നിനക്ക് ഫലിക്കുന്നില്ല. ഡോക്ടർ തരുന്ന മരുന്നുകൾ ശരീരത്തിന് പ്രയോജനകരമാകാം, എന്നാൽ നിന്നിലുള്ളതായ ദുരാത്മാവിന്റെ പ്രവൃത്തിക്ക് വിടുതൽ നൽകുന്നതായ മരുന്ന് ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. ആ ദുരാത്മാവിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ചിട്ട് വിശുദ്ധരാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് വിടുതൽ നൽകാൻ, തടവറയിൽ ഉള്ള ആളുകൾക്ക് വിടുതൽ നൽകാൻ ഞാൻ അറിയിപ്പാൻ വേണ്ടി വന്നിരിക്കുന്നു. എപ്പോഴും പാപം ആദ്യം ഒരു തമാശയായിട്ടായിരിക്കും. അങ്ങനെ രസത്തിന് തുടങ്ങുന്നതായ പാപം മുടിയനായ പുത്രൻ പിതാവുമായി വഴക്കടിച്ച് തന്റെ അവകാശവും വാങ്ങി വെളിയിലേക്ക് വിട്ടുപോകുവാനിടയായി. അവന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ചിലവഴിച്ചു, തന്നിഷ്ടപ്രകാരം ജീവിച്ചു, പണമെല്ലാം കളഞ്ഞു കുളിച്ചു, ചീട്ട് കളിച്ച് വ്യഭിചാരം ചെയ്ത് തന്റെ ഇഷ്ടപ്രകാരം നടന്ന് കൂട്ടുകാരോടൊപ്പം കറങ്ങി. ആ പണമെല്ലാം ചിലവഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ ദുഃഖിക്കാനിടയായി. എന്നാൽ അവന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ചിലവായതിനു ശേഷം അവന്റെ കൂടെ സന്തോഷിച്ച കൂട്ടുകാരെങ്കിലും അവന് ഒരു നേരത്തെ ആഹാരം കൊടുത്തോ? ആര് കൊടുക്കാനാ? നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എല്ലാവരും നിന്റെ കൂടെ കാണും. നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ എല്ലാവരും കാണും. ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാവരും കാണും. സൗന്ദര്യമുണ്ടെങ്കിൽ എല്ലാവരും കാണും. നീ രോഗം ബാധിച്ച് കിടക്കയിൽ കിടന്നാൽ ആരാണ് നിന്നെ സഹായിക്കാൻ വരുന്നത്? ആരുണ്ടായിരിക്കാം? ഒരുപക്ഷെ അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അപ്പ സ്നേഹിക്കുന്നതുകൊണ്ട് മാതാപിതാക്കൾ നോക്കും. എന്നാൽ ഒരു പരിധിവരെ മാതാപിതാക്കൾക്കും നിങ്ങളെ സഹായിക്കുവാൻ കഴിയുള്ളൂ. ആര് കാണും നിങ്ങളെ നോക്കാൻ? ആരും കാണുകയില്ല. അപ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? നീ എന്തു ചെയ്യും? പാട്ട് പാടുമോ? എന്തു ചെയ്യും? പറയൂ. കരഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി, എൻ്റെ വിധിയാണ്. എൻ്റെ തലയിൽ എഴുത്ത്. എന്താണ് എഴുത്ത്? എവിടെയാണ് എഴുത്തുള്ളത്?
ഇത് എഴുത്തല്ല, ഇത് വരകളാണ്. ഇത് വരകളാണ്. വരകളാണ് ഉള്ളത്, അല്ലാതെ എഴുത്തുകൾ എങ്ങനെ വരും? എഴുത്തുകളാണെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടാകണം. ദൈവം ആരോടും തന്നെ പറയില്ല, നിന്റെ വിധിയാണ് നീ ചാകൂ, നീ മദ്യപാനിയായിരിക്കുക, നീ വ്യഭിചാരിയായി ജീവിക്കൂ, നീ ഇങ്ങനെ ഒരു അർത്ഥവുമില്ലാതെ മരിച്ചു പോകൂ, നിന്റെ ജീവിതത്തിൽ നീ ദരിദ്രനായി തന്നെ ഇരിക്കൂ, നീ ഒന്നിനും കൊള്ളാത്തവനായി ഇരിക്കൂ എന്ന് ആരെയും തന്നെ ദൈവം റബ്ബർ സ്റ്റാമ്പ് വെച്ച് മുദ്ര ചെയ്തിട്ടില്ല. ദൈവം എല്ലാവരെയും നേരുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ നാമാണ് വിവിധമായ സൂത്രങ്ങൾ അന്വേഷിച്ചു വന്നിട്ട് പാപങ്ങൾക്ക് അടിമയായി തീർന്നത്. ഇന്ന് ഒരേ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് അവസ്ഥയിലാണായിരിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? ഏതു തടവറയിലാണായിരിക്കുന്നത്? ഏതു കഷ്ടതയിലായിരിക്കുന്നു? ഏതു നിരാശയിലായിരിക്കുന്നു? മനുഷ്യരെന്ന് വിഷാദിക്കുകയാണ്, തകർന്നു പോകുന്നു, നിരാശപ്പെട്ടു പോവുകയാണ്. കരയുവാൻ പോലും ശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് ഇനിയും കരയുവാൻ കഴിയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ്. കരച്ചിൽ നല്ലതാണ്. നിങ്ങൾക്ക് കരച്ചിൽ വന്നാൽ നിങ്ങൾ കരയുക. ആരെയും നോക്കി നിങ്ങൾ കരയാതെ ഇരിക്കരുത്. പഴയകാലത്തുണ്ടായിരുന്ന മാതാപിതാക്കൾ എത്രമാത്രം കരയുമെന്നറിയാമായിരുന്നോ? നാട് മുഴുവൻ കേൾക്കെ അവർ ഉച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു. എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറെ നാൾ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നതായ വ്യക്തിയാണ്. ആ ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യൻ മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വെളിയിൽ വന്നിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അതും വീടിന് വെളിയിൽ വന്നിട്ടാണ് നിലവിളിക്കുന്നത്. വെളിയിൽ വന്നിരുന്നു കൊണ്ട് എന്നെ വിട്ടിട്ട് പോയല്ലോ, എന്നെ ഇട്ടിട്ട് പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? നിങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെയാ ജീവിക്കുക? നീയും ഒരു ദിവസം പോകും. ഞാൻ എന്താണ് ചെയ്തത്? ഈ മക്കളെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത്? ദൈവമേ, നിങ്ങൾ വരുത്തി വെച്ച കടമെല്ലാം ആരാണ് വീട്ടുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയത്? ഞാൻ ആദ്യം മരിച്ചു പോയാൽ മതിയായിരുന്നു. എന്റെ ദൈവമേ, ഇനി ആ കരച്ചിന്റെ പുതിയ പുതിയ രാഗങ്ങൾ കൊണ്ടുവരാനുണ്ട്. എന്താണ്? നിലവിളിച്ച് കുറെ സമയം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുവാൻ ഇടയാകുമെന്നാണ്. എന്താണ്? കരഞ്ഞു അകത്തെ ഭാരമെല്ലാം മാറിയിട്ട് ക്ഷീണിച്ചിട്ട് അവസാനം അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകും. എന്നാൽ ഇന്നെങ്ങനെയാണ്? ആരും കരയില്ല, ഉറങ്ങത്തില്ല രാത്രി മുഴുവൻ. എന്താണ്? BP കൂടിപ്പോയിരിക്കുന്നു, ഷുഗർ കൂടിയിരിക്കുന്നു, ഉറക്കം വരില്ല, മനസ്സിന് സമാധാനമില്ല, ഡിപ്രഷൻ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആളുകളോട് ചോദിച്ചാൽ, എന്തുകൊണ്ട് വിശേഷം? കഴിച്ചോ? ഉറക്കമുണ്ടോ? പോയി കുളിക്കുക. എന്തിനാണ് തല ഒഴുപ്പി നടക്കുന്നത്? തലയൊന്ന് ചീകി ഒതുക്ക്. ഇന്നുള്ള മനുഷ്യന്റെ ജീവിതം അങ്ങനെ ആയിരിക്കുകയാണ്. കഴിക്കുവാൻ മനസ്സില്ല, ഒന്നിനും എനിക്ക് സമാധാനമില്ല, മനസ്സിന് സുഖമില്ലെന്നാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കടം വന്നാൽ മനുഷ്യരുടെ മുൻപിൽ കരയരുത്. ഞാനാണെങ്കിൽ കർത്താവിന് മുൻപിലേ കരയുകയുള്ളൂ. ഞാൻ രഹസ്യമായിട്ട് കരഞ്ഞിട്ട് കർത്താവിന് മുൻപിൽ ഉറക്കെ സംസാരിക്കാനിടയാകും. നമുക്കുള്ള പ്രശ്നങ്ങളും നമുക്കുള്ള ദുഃഖങ്ങളും നമുക്കുള്ള ദുശീലങ്ങളും നമുക്കുള്ളതായ പാപത്തിന്റെ ചിന്തകളും നാം അടിമകളായിപ്പോയ പാപത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നാം പങ്കുവയ്ക്കണം, ഏറ്റുപറയണം. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി ആശിക്കുകയാണ്. നിങ്ങളുടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, മറ്റൊരു നല്ല സമയം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുവാനായി, തടവറയിൽ കിടക്കുന്നവരെ വിടുവിക്കുവാനായി, മനസ്സ് തകർന്നവരെ വിടുവിക്കുവാൻ എന്ന് പറഞ്ഞ നിന്റെ വചനം ഞങ്ങളിവിടെ പ്രസ്താവിക്കുകയാണ്. അന്ന് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളുള്ള അസ്ഥി താഴ്വരയിൽ യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയിട്ട്, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും പറയുന്ന വചനമാണിത്. ജീവന്റെ ആത്മാവ് ഇറങ്ങി വരൂ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും ഉണങ്ങിക്കിടന്ന അസ്ഥികളിലേക്ക് ജീവൻ പ്രാപിച്ചതുപോലെ ഈ സമയത്ത് എല്ലാവരിലും നിന്റെ പരിശുദ്ധാത്മാവിനെ നീ അയക്കണമേ. രോഗത്തിലുള്ള വ്യക്തികൾക്ക് സൗഖ്യം കൊടുക്കണമേ. മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവർക്ക് നീ വിടുതൽ കൊടുക്കണമേ. കുടുംബ പ്രശ്നങ്ങളിലായിരിക്കുന്നവർക്ക് നീ വിടുതൽ കൊടുക്കണമേ. പിശാചിന് ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ഒട്ടും ഇടമില്ലാതെ നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പിശാചിന്റെ അടിമത്തം ഞങ്ങളുടെ ജീവിതത്തിൽ മതി, നിനക്ക് വേണ്ടി സാക്ഷികളായി ജീവിക്കുമെന്ന് പറയുന്ന തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും
നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ